അപ്പോൾ ഗൈസ് നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെ കൊച്ചി ടണലിലാണ്. സംഭവം ഇവിടെ വളരെയധികം ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അപ്പം ഇവിടെ വന്ന് നമ്മളെ ആൾക്കാരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്. അടിപൊളിയാണല്ലോ. പറഞ്ഞാല് നമ്മള് ഇതുവരെ പാഠഭാഗങ്ങളും മറ്റും നമ്മൾ കണ്ടറിഞ്ഞ് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു അനുഭവം അത് ചെറുതല്ല, വളരെ പ്രത്യേകിച്ച് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് എന്ന് വെച്ചാല് അമേരിക്കയും സഖ്യകക്ഷികളോട് ഒരു ജനത എങ്ങനെ പോരാടിയെന്നും അവർ പോരാടിയ ആ വിജയം എങ്ങനെയാന്ന് കണ്ടെത്തിയെന്നുള്ളതിന്റെ നേർചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ നമ്മള് ഈ കാര്യങ്ങൾ വായിച്ചും അതേപോലെ പഠിച്ചു അറിഞ്ഞ കാര്യങ്ങൾ റിയലായിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമായി മാറി. എന്തായാലും ഈ ഒരു ട്രിപ്പ് കൊണ്ട് മെറ്റാവേൽ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഇതുവരെയുള്ള 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം ഈ കിട്ടിയിട്ടുള്ള ഒരു അനുഭവം, ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ബാക്കി പത്രങ്ങൾ കാണാനും അനുഭവിക്കാനും കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ എന്ന നിലക്ക് പറയുന്നു. പ്രത്യേകിച്ചും ഒരു സഹാവ് എന്ന നിലക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെറ്റർ ഇനി ഇതിനപ്പുറം മറ്റൊന്നായിട്ട് എനിക്ക് കിട്ടേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ കൊച്ചി ടണലിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇവിടെ വരുന്നവരൊക്കെ എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1955 അമേരിക്കന്റെ ആധിപത്യം ഇവിടെ ഉണ്ടായിരുന്നു. 1955 മുതൽ 1975 വരെയായിരുന്നു ഇവിടെ അമേരിക്ക ഇവരുടെ കൂടെ യുദ്ധം ചെയ്തിരുന്നത്. അന്നത്തെ ആ സമയത്ത് ഇവരെല്ലാം മണ്ണിനടിയിൽ ഒരു താവളം ഉണ്ടാക്കിയിട്ട് ഏകദേശം 250 കിലോമീറ്ററോളമാണ് ഇവിടെ അവര് താവളം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അവിടെ ആയിരുന്നു അവർ താമസങ്ങളും അതുപോലെ ഉറക്കവും, പിന്നെ അതുപോലെ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നത്, യുദ്ധത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എല്ലാം അവിടെ വെച്ചായിരുന്നു. അപ്പം ഈ ഒരു 1975 അവർക്ക് പിന്നെ ഫ്രീഡം കിട്ടുന്നത്. അപ്പം ഈ ഒരു യുദ്ധം അമേരിക്ക പോലെ വലിയൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു മണ്ണിനടിയിൽ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതുവഴിയാണ് അവര് താവളമുണ്ടാക്കി യുദ്ധം ചെയ്തത്. അപ്പം ഇത്ര വലിയൊരു അമേരിക്കൻ ശക്തിക്കെതിരെ, അത്രയും ആയുധങ്ങളൊക്കെയുള്ള അമേരിക്കൻ ശക്തിക്കെതിരെ ഇവർ യുദ്ധം ചെയ്തത് ഇങ്ങനെ ഒളിത്താവളങ്ങൾ ഉണ്ടാക്കി. അവർ വന്നപ്പോൾ ഗൊറില്ല അറ്റാക്ക് എന്ന് പറയും, ആ ഗൊറില്ല അറ്റാക്ക് വഴിയാണ് ഇവരിവിടെ യുദ്ധം ചെയ്ത് അവർ ജയിച്ചത്. അതുപോലെ ഇവിടുത്തെ നേതാവായിരുന്നു ഹോച്ചിമിൻ എന്ന് പറയുന്ന ആള്. അപ്പം ഇതിപ്പം അവരുടെ സൈഗോൺ ആയിരുന്നു അതിനു മുന്നേ വന്നിരുന്നത്. ഹോച്ചിമിൻ സിറ്റി ഇവിടെ പേര് മാറി. അതുപോലെ ഹോച്ചിമിൻ മരണമടഞ്ഞത് 1969 സെപ്റ്റംബർ 2 നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. எல்லாரும் தமிழ் மக்கள் என்ன சொல்றது, நீங்க சொல்லுங்க, ஏதாவது சொல்லுங்க. ஹாய், இந்த வீடியோ மக்களுக்காக சொல்ல போறது நிகாத். சார், இந்த இடம் வந்து வெரி வெரி சூப்பரா இருக்கு. இந்த இடம் வந்து வேற மாதிரி இருக்கு, நல்ல ஒரு என்ஜாய்மெண்ட் இருக்கு. இந்த இடம் வந்து பார்த்ததுல நல்ல ஹிஸ்டாரிக்கல், நல்ல ஒரு ஹில்ஸ் ஏரியா. ரெண்டாவது பார்க்க வேண்டிய ஒரு தருணம், நல்ல ஒரு காற்றோட்டமான ஒரு ஏரியா. ரொம்ப ரொம்ப மனசுக்கு பிடிச்சது. மனசில் உள்ள ஒரு ஸ்பெசிபிக் பூரா வெளிவருது. நம்ம ஹாப்பி, வெரி வெரி வெரி. நீங்க ஹாப்பி தானே? நீங்க ஹாப்பி தான், நானும் ஹாப்பி தான். அதுதான் ஓகே. இந்த ஐயாக்கு ஏதாவது? இது வந்து ரொம்ப ஜாஸ்தி ஏக்கர் இருக்கு, அரௌண்ட் 250 கிலோமீட்டரோളം. மெட்டாஃபீல் ஃபேமிலி சொந்தங்க, மெட்டா ஃபேமிலி சொந்தங்களுக்கு உற்சாகமான மாலை காலை அந்த மாலை மதிய வணக்கம். வணக்கம் அன்பு நண்பர்களே. பார்த்தீங்கன்னா நம்ம வியட்நாமில் பார்த்தீங்கன்னா டனல் அப்படிங்கிற இடத்த, கொச்சி டனல் அப்படிங்கிற இடத்த பார்த்தீங்கன்னா நீ சுற்றி பார்த்துட்டு இருக்கிறோம். அந்த காலத்தில் பார்த்தீங்கன்னா, அதாவது இந்த வியட்நாம் நாட்டை பாதுகாப்பு பண்ணுவதற்கு பார்த்தீங்கன்னா எவ்வளோ வந்து மனிதர்கள் பார்த்தீங்கன்னா கஷ்டப்பட்டு அமெரிக்கா ரஷ்யா போராடி விடுதலை வந்து வாங்கியிருக்காங்க. இந்த டனல் என்ற இடத்த பார்த்தீங்கன்னா சுரங்கப்பாதையை வந்து ஓப்பன் பண்ணி அங்கே வந்து வாழ்ந்துக்கிட்டு இவங்க இந்த நாட்டை காப்பாற்றிருக்காங்க. அதை தான் பார்த்துட்டு கிட்டத்தட்ட ஒரு 250 ஏக்கர் பார்த்தீங்கன்னா இந்த சுற்றுலா ஃபாரஸ்ட்டு. இதில் தான் இப்போ ஒவ்வொரு இடமும் அவங்க பார்த்தீங்கன்னா எப்படி ஆர்மி பண்ணாங்க அப்படிங்கிறத நாங்கள் பார்த்துருக்கோம். ரொம்ப மகிழ்ச்சியாக பயங்கரமான ஒரு என்டர்டைன்மெண்ட் என்ஜாய்மெண்ட்டாக இருக்குது, ரொம்ப சந்தோஷமாக இருக்குது. இதுக்கு எல்லாமே வாய்ப்பு கொடுத்தா நம்மளுடைய நெக்ஸஸ் ஃபீச்சருக்கு டீம் மாஸ்டருக்கு நன்றி. அதற்கடுத்து பார்த்தீங்கன்னா நம்மளுடைய கேரளாவில் இருக்கக்கூடிய நம்முடைய நட்சத்திரா டிராவல்ஸ் ரொம்ப அற்புதமாக நம்மளுக்கு பார்த்தீங்கன்னா இந்த வாய்ப்பை பண்ணி കൊടുത്തിരിക്കാங்க. താങ്ക് യു സോ മച്ച്. സോ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൊച്ചി ടണലിനെ പറ്റി പറയാനുള്ളത്. ചുറ്റും നിറയെ കാടുകളാണ്.
അതുപോലെ തന്നെ ഇവിടെ ഇവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഇവിടെ ഗൈഡുകൾ വേറെയുണ്ട്. അവര് ഓൾറെഡി എങ്ങനെയൊക്കെയാണ് ആളുകളെ, അതായത് അമേരിക്കൻ മിലിറ്ററിയെ എങ്ങനെയൊക്കെയാണ് തോൽപ്പിച്ചത് എന്നൊക്കെയുള്ള ഒരു ചരിത്രം ഇവിടെ അവര് ഏകദേശം കാണിച്ചു തരും. അതുപോലെ തന്നെ ഏകദേശം കുറച്ച് ടണലുകൾ മാത്രമേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇതാണ് അവരുടെ കാര്യങ്ങളെല്ലാം. അപ്പം ഇവിടെ അവര് ട്രാപ്പ് ചെയ്യുന്നതിന്റെ ഒരു സ്ഥലമാണ് കാണിച്ചിട്ടുള്ളത്. സംഭവം വളരെയധികം ഹിസ്റ്റോറിക്കൽ പ്ലേസ് തന്നെയാണ്. അപ്പം ബാക്കിയുള്ള നമ്മുടെ ഗസ്റ്റുകളോട് ചോദിച്ചു നോക്കാം ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ്. எப்படி இருக்கு சம்மாவா இருக்கா? சொல்ல முடியல, வார்த்தைகள் இல்ல. அந்த மாதிரியா? அங்க உண்மையிலேயே பாப்பா என்ன என்ன நீங்க சாப்பிட்டு இருக்கு? நம்ம கேரளா கப்பக்கிழங்கு, மரவள்ளி கிழங்கு. தமிழ்நாடு இல்லையா? மரவள்ளி கிழங்கு, மரவள்ளி. வியட்நாம் மரவள்ளி கிழங்கு. ஓகே, கேரளம் கப்பதா இருக்கா? நீ அடுத்த ஆளுகிட்ட கேட்கணும். வியட்நாம் கப்பா, வியட்நாம் கப்பதா? வியட்நாம் கப்பக்கிழங்கு ரொம்ப அற்புதமா இருக்கு. ஓகே, சுவையா இருக்கு. ஹெல்தி ஃபுட். थैंक यू. ஹாய். ஹெல்தி ஃபுட். ஹெல்தி ஃபுட்டா? ஹெல்தி ஃபுட். சூப்பரா இருக்கு. பிடிச்சிருக்கா? என்ன சொல்றது, மிளகாத்தூளோட அடிபொலி. അടിപൊളിയാണ് മക്കളെ, അടിപൊളിയാണ്. പീസ് ബാക്കിയാണ്, നമുക്ക് കഴിച്ചു നോക്കാം. இல்லையா உங்களுக்கு? ഇല്ല. അപ്പം ഇതാണ് നമ്മുടെ വിയറ്റ്നാം കപ്പയാണ്. നാട്ടിൽ ചെറിയൊരു എന്തൊക്കെ ഡിഫറൻസ് കാണുന്നുണ്ട്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് എന്നാൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സൂപ്പർ അല്ലേ? ഇതാണ് നമ്മളെ ടൂർ ഗൈഡ് അലൻ, മിസ്റ്റർ അലൻ. ദിസ് ഈസ് our Alan, our tour guide. He's nice guy. See, he's nice smile also. It's very taste. അലൻ ചായ കൊടുക്കുകയാണ്. വിയറ്റ്നാം ചായ എങ്ങനെ ടേസ്റ്റ്? ചായ എങ്ങനെയുണ്ട്? டேஸ்ட் நம்ம கேரளா சாயை விட சூப்பரா இருக்கு. கேரளா சாயை விட சூப்பரா இருக்கு. வள்ளிய சாயா എന്താ മാതിരിയാ? ഇപ്പോൾ കേരള ചായനേക്കാളും കൂടുതലാണെന്നാണ് നമ്മൾ തമിഴ്നാട് സ്വദേശി പറയുന്നത്. മൂപ്പർക്ക് അത്ര ഇഷ്ടപ്പെട്ടു പോയി ആ ചായ. അപ്പോൾ എനിക്കറിയില്ല മൂപ്പര് കേരള ചായ കുടിച്ചിട്ടുണ്ടോ അറിയില്ല, എന്നാലും നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ വീടുകളാണ്. ഇത് മുകൾ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് പണ്ടത്തെ അവർ താമസിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ്. അത്രമാത്രം ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ അന്നത്തെ നേതാവായിരുന്നു ഹോച്ചിമിൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതിനു മുന്നേ സായിഗൺ എന്ന ഈ നഗരം ഹോച്ചിമിൻ സിറ്റി എന്നറിയപ്പെട്ടു. 1969 സെപ്റ്റംബർ 2 ഹോച്ചിമിൻ്റെ മരണം. അപ്പോൾ അതിനുശേഷം ഹോച്ചിമിനെ ഹാനോയിലാണ് അടക്കം ചെയ്തത്. അപ്പോൾ അവിടെയാണ് മെയിൻ സിറ്റി കിടക്കുന്നത്. പക്ഷേങ്കിൽ അടക്കം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോഴും ശരീരം അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു നിൽക്കുന്നത്. പിന്നെ അതുപോലെ ശരിക്കും ഹോച്ചിമീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മറയാടണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അദ്ദേഹത്തോടുള്ള സൂചകമായിട്ട്, ബഹുമാന സൂചകമായിട്ട് അവർ അദ്ദേഹത്തെ അങ്ങനെ തന്നെ വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാവർക്കും കാണാൻ അങ്ങനെ പറ്റില്ല, എന്നാലും അവിടെ അങ്ങനെ തന്നെ ആ ഒരു ബിൽഡിംഗ് ഉണ്ട് അല്ലേ? എന്താണ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാം? நம்ம சிறப்பாக ஒரு பிடிச்சிருக்கு. இதெல்லாம் பார்க்க வேண்டிய இடம். ஒவ்வொருத்தரும் வந்து இதெல்லாம் அனுபவிக்கணும், எல்லாருமே வந்து. അതെതാ. അപ്പം നിങ്ങളെല്ലാവരും വിയറ്റ്നാം വരാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. വിയറ്റ്നാം ഹോച്ചിമിൻ സിറ്റിയിൽ ഇറങ്ങി കുച്ചി ടണൽ, അതായത് വിയറ്റ്നാം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നും 2 മണിക്കൂറോളം യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വെടി പൊട്ടിക്കുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇതാ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും. ഇവരൊക്കെയാണ് നമ്മളെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഏകദേശം നമ്മളെ കൂടെ 44ഓളം പേര് നമ്മളെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിൽ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നൊക്കെ കുറേ പേരാണ് ഈ ഒരു കുച്ചി ടണൽ കാണാനായിട്ട് വന്നത്. ധാരാളം പേരാണ് ഈ ഒരു കുച്ചി ടണൽ കാണാനായിട്ട് ദിവസവും ഇവിടെ എത്തുന്നത്. അതിൽ കൂടുതലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം പേര് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് ഒരു
അവിടെ എന്തോ ഒരു പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താണെന്നുള്ളത്. അവിടെ പോയാൽ അറിയാൻ പറ്റുള്ളൂ. അതായത് ഭയങ്കര സൗണ്ട് ഉണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ വന്നുകൊണ്ട് നിൽക്കുകയാണ്, എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഡൺ ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകൾ. അപ്പം ഇവിടെ എല്ലാവരും ചെവിയിലൊക്കെ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതൊക്കെ അവര് എനിക്ക് തോന്നുന്നത് ഗണ്ണ് പൊട്ടിക്കാണ് തോന്നുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഗണ്ണ് പൊട്ടിക്കുന്ന ഒരു സൗണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ അവര് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കൂടെ വന്ന ആളുകള്. എപ്പടി ഇருக்கு? സൗഖ്യം ആർക്കാ? It was very adventurous. Actually, we are thrilling to see a war defense like this underground. I am hearing very first time. I am really very happy and I am impressed. Thanks a lot. താങ്ക് യു. അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കൊച്ചി ടണലിനെ പറ്റിയിട്ടുള്ള ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. അമ്മ ഏതാവത് சொல்லணுமா இந்த கொச்சி டனல்നെ பற்றி? ஹாய் ஃப்ரெண்ட்ஸ், நாங்க வந்து இப்போ மிலிட்டரி ஏரியாவில் இருக்கிறோம். நாங்க வெள்ளக்காரங்கிட்ட இருந்து இவங்க எப்படி போராடி வெளியே வந்தாங்க அப்படிங்கிறதாக எல்லாம் எவ்வளவு கஷ்டப்பட்டாங்கன்னு சொல்லி பார்த்துட்டு இருக்கோம். அந்த ஏரியாவில் நாங்கள் இருக்கோம். சூப்பராக வேற லெவல்ல இருக்கு. எவ்வளவு மக்கள் எவ்வளவு கஷ்டப்பட்டு முன்னுக்கு வந்திருக்காங்கன்னு இப்போ ஒரு எக்ஸாம்பிளா இருக்கு. சூப்பரா இருக்கு. வேற லெவல். സൂപ്പറാ இருக்கு தானே? செம்ம ലെവലാ இருக்கு. അപ്പോ ഇതാണ് എല്ലാവരും വന്ന എല്ലാവർക്കും വളരെ ഹാപ്പിയാണ് എല്ലാവരും. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ, നമ്മളെ ഇന്ത്യയെക്കാളും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇംഗ്ലീഷുകാർ വരാറുണ്ട് ഇവിടെ. ഇവരാണ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത്. പിന്നെ ഇപ്പം അവിടേക്ക് പോയി നോക്കാണ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറയാ, എല്ലാവരും തോക്ക് കൊണ്ട് വെടിവെക്കാണ് ഗൈസ്. അപ്പോ ആ ഒരു കാലി സ്ഥലത്തേക്കാണ് അവര് വെടിവെച്ചു കൊടുക്കുന്നത്. അവിടെ ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിനാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉള്ളത്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ അങ്ങോട്ട് എന്താക്കാം, തോക്കെടുത്ത് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് കളിക്കാം അങ്ങനെ. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളത് പറയാനുള്ളത്. പിന്നെ അടുത്ത വിയറ്റ്നാം വിശേഷമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഇവിടെ വന്നവരെല്ലാവരും ഹാപ്പിയാണ്. എന്താ അടുത്ത ஹாய், ஆக்சுவலி இன்னைக்கு வியட்நாம் நாங்க வந்து கரெக்டா ஒரு 1 வீக் ஆகுது. சோ வேற லெவலான ஒரு எக்ஸ்பீரியன்ஸ். சோ இன்னைக்கு நாங்க வந்து பாத்தீங்கன்னா டனல், அதாவது வியட்நாம் பீப்புள்ஸ் எப்படி வந்து அவங்க போராடி சுதந்திரம் வாங்கினாங்க அப்படிங்கறது தெரிஞ்சுக்கிறதுக்கான ஒரு ஏரியா. சோ இவங்க எப்படி போராடி இருக்காங்க அப்படின்னா பயங்கரமான ஒரு எஃபர்ட். சோ சாதாரணமாவே நம்ம ஒரு சுதந்திரம் அப்படிங்கிறதுக்கு அவங்க எவ்வளவு எஃபர்ட் போடுவாங்க அப்படிங்கிறது தெரியும். அதை தாண்டி அவங்க எடுத்திருக்க ரிஸ்க் லெவல் அப்படிங்கிறது தான் இந்த இடத்துல நிறைய பேசிட்டு இருக்காங்க. சோ அது எல்லாத்தையும் நம்ம லைவா பார்த்துட்டு இருக்கோம். லைவ் பெர்ஃபார்ம் பார்த்துட்டு இருக்க மாதிரி ஒரு ஃபீல். சோ அதுதான் இந்த கன் ஷூட். சோ இந்த இடத்துல நம்ம கன்னும் ஷூட் பண்ற மாதிரியான ஆப்ஷன்ஸ் கொடுத்துருக்காங்க. பட் இன்னும் நம்ம அதை பிராக்டிஸ் பண்ணல. சோ நிறைய பீப்புள்ஸ் வந்து இன்னைக்கு அதை ட்ரை பண்ணிட்டு இருக்காங்க. சோ கண்டிப்பா இந்த இடத்த நீங்க மிஸ் பண்ணாதீங்க. சோ வியட்நாம் வரக்கூடிய பீப்புள்ஸ் கண்டிப்பா இந்த டனல் வந்து நீங்க பார்க்க வேண்டிய ஒரு ஒன் ஆஃப் த பெஸ்ட் பிளேஸ். தேங்க்யூ. അപ്പം ഇവിടെ വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ ഹോച്ചിമിൻ സിറ്റിയുള്ള ഈ ഒരു കൊച്ചി ടണൽ നിങ്ങൾ കാണാതെ പോകരുത്. അത്രമാത്രം ഇവിടത്തെ പറ്റി പറയാനുണ്ട്. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. വലിയൊരു ഹൈപ്പ് കൊടുത്ത് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഹിസ്റ്ററിക്കൽപരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാവുന്നതാണ്. ഇതൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പൊ അടുത്ത വിയറ്റ്നാം വിശേഷമായിട്ട് ഉടൻ തന്നെ കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.